നിങ്ങളുടെ പഞ്ചായത്തിൽ നിന്ന് 11 ധനസഹായം ലഭിക്കും. നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. വീഡിയോ മുഴുവനായി ശ്രദ്ധിക്കണം. മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പുതിയ ഭരണസമിതി നിലവിൽ വന്നതിന് ശേഷമുള്ള ഗ്രാമസഭകൾ ഇപ്പോൾ വാർഡ് തലങ്ങളിൽ നടന്നുവരികയാണ്. ഓരോ വ്യക്തികൾക്കും ലഭിക്കേണ്ട ആനുകൂല്യത്തെക്കുറിച്ച് അറിയാനും പദ്ധതികളിൽ പങ്കാളിയാവാനും ഗ്രാമസഭകളിൽ നിർബന്ധമായും പങ്കെടുക്കണം. നിങ്ങളുടെ വാർഡിലെ ഗ്രാമസഭ എന്നാണ് നടക്കുന്നതെന്നറിയാൻ വാർഡ് മെമ്പറുമായി ബന്ധപ്പെടണം. വ്യക്തിഗത ആനുകൂല്യങ്ങളും ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള സഹായങ്ങളും ഉറപ്പുവരുത്താൻ ഈ ഗ്രാമസഭകൾ ഉപകരിക്കും. ഓരോ വർഷവും ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയുള്ള കാലയളവിലാണ് പഞ്ചായത്ത് തലങ്ങളിൽ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നത്. കൃഷി, പാർപ്പിടം, റോഡ്, കുടിവെള്ളം തുടങ്ങിയ മേഖലകളിലെ പദ്ധതികൾ ഈ ഒരു സമയപരിധിക്കുള്ളിൽ നടപ്പിലാക്കുന്നു. വനിതകൾ, അതുപോലെ തന്നെ SC/ST വിഭാഗങ്ങൾ, മുതിർന്ന പൗരന്മാർ, ഭിന്നശേഷിക്കാർ എന്നിവർക്കായി പ്രത്യേക പദ്ധതികൾ പഞ്ചായത്ത് വഴി നടപ്പിലാക്കുന്നുണ്ട്. ആട്, കോഴി തുടങ്ങിയവയെ വളർത്തുന്നതിനും അവയ്ക്കുള്ള കൂട് നിർമ്മാണത്തിനുമൊക്കെയായി ധനസഹായങ്ങൾ നൽകുന്നുണ്ട്. പഞ്ചായത്ത് നടപ്പിലാക്കുന്ന 90% ആനുകൂല്യങ്ങളും APL, BPL വ്യത്യാസമില്ലാതെയാണ് വിതരണം ചെയ്യുന്നത്. അർഹരായ ഗുണഭോക്താക്കളുടെ പട്ടിക തയ്യാറാക്കി ബജറ്റിലെ തുക അനുസരിച്ച് ധനസഹായം നൽകുകയാണ് ചെയ്യുക. നിലവിൽ പല പഞ്ചായത്തുകളിലും അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. പ്രധാനമായും കാർഷിക ആനുകൂല്യങ്ങൾക്കും വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കുമായി 2 തരത്തിലുള്ള അപേക്ഷാ ഫോമുകളാണ് ലഭിക്കുക. 11 വിഭാഗങ്ങളിലായി സഹായങ്ങൾ ലഭിക്കും. ഇതിലേക്കുള്ള അപേക്ഷകൾ നിരവധി പഞ്ചായത്തുകൾ സ്വീകരിക്കുന്നുണ്ട്. കറവ പശുക്കൾക്ക് തീറ്റ വാങ്ങുന്നതിനും ആട്, പശു, പോത്ത് വളർത്തലിനും തൊഴുത്ത് നിർമ്മാണത്തിനും സഹായം ലഭിക്കും. വാർഷിക വരുമാനം 5 ലക്ഷം രൂപയിൽ താഴെയുള്ളവർക്ക് ഇതിനായി അപേക്ഷകൾ നൽകാവുന്നതാണ്. കൂടാതെ ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പും ലഭ്യമാണ്. വരുമാനം 2 ലക്ഷം രൂപയിൽ താഴെയുള്ളവർക്ക് വീട് പുതുക്കി പണിയാൻ ധനസഹായം ലഭിക്കും. BPL വിഭാഗത്തിൽപ്പെടുന്ന 100 സ്ക്വയർ മീറ്ററിൽ താഴെ വിസ്തീർണമുള്ള വീടുകൾക്കാണ് ഇത് ലഭിക്കുക. കിണർ ശുദ്ധീകരണത്തിനും റീചാർജിങ്ങിനും, അതുപോലെ തന്നെ മട്ടുപ്പാവ് കൃഷി, മത്സ്യകൃഷി എന്നിവയ്ക്കും പഞ്ചായത്തിൽ നിന്ന് സഹായം നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ വൃദ്ധരായിട്ടുള്ള ആളുകൾക്ക് കട്ടിലിൽ ലഭ്യമാവുന്ന പദ്ധതിയുമുണ്ട്. അതിൽ 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്കാണ് ഈ ഒരു കട്ടിൽ ആനുകൂല്യം ലഭിക്കുക. പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തദ്ദേശ സ്ഥാപനങ്ങൾ വഴി സ്കോളർഷിപ്പുകളും ലഭിക്കും. തെങ്ങു കൃഷിക്ക് ജൈവവളം ലഭിക്കും. വനിതകൾക്കും ഗ്രൂപ്പുകൾക്കും കുരുമുളക് കൃഷിക്കുമൊക്കെ ധനസഹായം ലഭ്യമാണ്. ഇത്തരത്തിൽ വിവിധ ആനുകൂല്യങ്ങളെ കുറിച്ച് അറിയുന്നതിനും അവ ലഭിക്കുന്നതിനുമായി ഗ്രാമസഭകളിൽ പങ്കെടുക്കാൻ ആരും തന്നെ മറക്കരുത്. അല്ലെങ്കിൽ നിങ്ങളുടെ വാർഡ് മെമ്പറുമായി ബന്ധപ്പെട്ടാലും ഇത്തരത്തിലുള്ള സഹായ വിവരങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാവുന്നതാണ്. പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.